6ഓളം പേജുകൾ വളരെ വിശദമായി എഴുതിയിട്ടും 100-ൽ 10 മാത്രമാണ് ആ വിവരണത്തിന് അധ്യാപകൻ ആ കുട്ടിക്ക് കൊടുത്ത മാർക്ക്. ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും 90-ന് മുകളിലായിരുന്നു മാർക്ക്. വീട്ടിലെത്തിയ കുട്ടി തൻ്റെ എഴുത്തിൽ നോക്കി വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ട ദരിദ്രനും പശുവിനെ പരിപാലിച്ച് ജീവിക്കുന്നവനുമായ പിതാവ് ചോദിച്ചു, എന്തിനാണ് മകനെ നീ ഇത്രയധികം സങ്കടപ്പെടുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, തങ്ങളുടെ സ്വപ്നങ്ങൾ വിശദമായ വിവരണമാക്കി എഴുതി കൊണ്ടുവരാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. 6ഓളം പേജുകളിൽ ഞാൻ എൻ്റെ സ്വപ്നവും അതിലേക്കുള്ള പ്രയത്നങ്ങളും എഴുതി. ഭംഗിയുള്ള വലിയൊരു താഴ്വരയും അതിൽ 100 കണക്കിന് പശുക്കളെയും സ്വന്തമാക്കണം എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നമായി അതിൽ വിവരിച്ചത്. എന്നാൽ അധ്യാപകൻ പറഞ്ഞു, ഇത്രയും അറിവും കഴിവുമുള്ള എനിക്ക് പോലും ഒരു അധ്യാപകനായി മാറാനേ കഴിഞ്ഞുള്ളൂ. ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന നീ എങ്ങനെയാണ് ഇത്രയും വലിയ താഴ്വരയും പശുക്കളെയും സ്വന്തമാക്കുന്നത്? അതുകൊണ്ട് നിന്റെ ഈ വിവരണത്തിൽ യാഥാർത്ഥ്യബോധമില്ല. ഇതിനെ നിനക്ക് തിരുത്തി തരുവാൻ ഒരു അവസരം കൂടി തരാം. എന്നാൽ അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ഊതിയാൽ കെട്ടുപോകാനുള്ളതല്ല നമ്മുടെ സ്വപ്നങ്ങൾ. ആരെങ്കിലും കഴിയില്ല എന്ന് പറഞ്ഞാൽ പിൻവലിയാനുള്ളതല്ല നമ്മുടെ ലക്ഷ്യങ്ങളും അതിലേക്കുള്ള പ്രയത്നങ്ങളും. അതുകൊണ്ട് നീ ഇതേ വിവരണം തന്നെ ഈ അധ്യാപകന് തിരികെ സമർപ്പിക്കുക. പിറ്റേ ദിവസം ഒരക്ഷരം പോലും മാറ്റാതെ കുട്ടി ഈ വിവരണം അധ്യാപകൻ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 10 മാർക്കിനെ ഞാൻ അംഗീകരിക്കുന്നു. കാലങ്ങൾ കടന്നുപോയി. റിട്ടയർമെൻറ്റിന് ശേഷം ഭംഗിയുള്ള ഒരു താഴ്വര കാണുവാനായി തൻ്റെ കുടുംബത്തോടും ബന്ധുക്കളോടുമൊപ്പം പുറപ്പെട്ട ഈ അധ്യാപകൻ എത്തിച്ചേർന്നത് 100 കണക്കിന് പശുക്കൾ മേയുന്ന പച്ച പരവതാനി പോലത്തെ ആ താഴ്വരയിലാണ്. അതിൻ്റെ ഉടമസ്ഥനെ കണ്ട അധ്യാപകൻ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രയത്നങ്ങളും ഒരിക്കലും മറ്റൊരാളുടെ തീരുമാനമല്ല. മറ്റൊരാൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിൻവലിഞ്ഞോടാനുള്ളതല്ല നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും. നന്ദി.